bells. നിങ്ങൾ അവനെ തെരഞ്ഞോ അതോ നേരിട്ട് എന്റെ മുൻപിൽ വന്നോ? ഇല്ല ഷേർഖാൻ, ഞങ്ങൾ മണിക്കൂറുകളോളം അവനെ തിരഞ്ഞു. ഒടുവിൽ ഒരു വഴിയുമില്ലാതെയാണ് താങ്കളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ എൻ്റെ ആ പുസ്തകം ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് മുൻപായി എനിക്ക് ചിന്തിക്കേണ്ടി വരും. ബ്ലൂ ലാൻഡ് കാട്ടിൽ വളരെ മനോഹരമായ കാലാവസ്ഥയായിരുന്നു. കുഞ്ഞു പൂവൻകോഴി കൂവിയതേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിലെ താമസക്കാർ എല്ലാം പുഞ്ചിരിയോടെ ഉറക്കമുണർന്നു. എന്റെ ചിങ്കു എവിടെ പോയി? അയ്യോ, ഇത് ചിങ്കിമാനിന്റെ ശബ്ദമാണല്ലോ. ചിങ്കുമാൻ പരിഭ്രാന്തിയോടെ ഓടി വരുന്നത് എല്ലാവരും കണ്ടു. അവളുടെ മുഖത്ത് വലിയ പേടിയുണ്ടായിരുന്നു. എന്തു പറ്റി ചിങ്കി സഹോദരി? നീ എന്തിനാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? എന്റെ ചിങ്കു എവിടെ പോയെന്നറിയില്ല. രാത്രി എന്റെ കൂടെ കിടന്നതാണ്. രാവിലെ നോക്കിയപ്പോൾ ഗുഹയിൽ അവനില്ല. പേടിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടി അവനെ കണ്ടുപിടിക്കാം. പക്ഷികളും മൃഗങ്ങളും ഒത്തുചേർന്ന് ചിങ്കുമാൻകുട്ടിയെ തിരഞ്ഞെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. വരൂ, നമുക്ക് ഷേർഖാന്റെ സഹായം തേടാം. എല്ലാവരും ചേർന്ന് രാജാവായ ഷേർഖാന്റെ അടുത്തേക്ക് ചെന്നു. നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങൾ അവനെ തെരഞ്ഞോ അതോ നേരിട്ട് എന്റെ മുൻപിൽ വന്നോ? ഇല്ല ഷേർഖാൻ, ഞങ്ങൾ മണിക്കൂറുകളോളം അവനെ തിരഞ്ഞു. ഒടുവിൽ ഒരു വഴിയുമില്ലാതെയാണ് താങ്കളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ എൻ്റെ ആ പുസ്തകം ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് മുൻപായി എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഷേർഖാൻ, എന്റെ നെഞ്ചിടിക്കുന്നു. ദയവായി ചിങ്കു എവിടെയാണെന്ന് കണ്ടുപിടിച്ചു തരൂ. ഇത് കേട്ട ഷേർഖാൻ തന്റെ അരികിലിരുന്ന മൂട്ടുകുരങ്ങനെ ആംഗ്യം കാണിച്ചു. മൂട്ടു ഗുഹയ്ക്കുള്ളിലെ ഒരു രഹസ്യവാതിലിലൂടെ അകത്തുപോയി ഒരു പുസ്തകവുമായി പുറത്തുവന്നു. ഹേ മാന്ത്രിക പുസ്തകമേ, ചിങ്കുമാൻകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞു തരൂ. കുരങ്ങൻ ചോദിച്ച ഉടനെ പുസ്തകത്തിൽ ഒരു വരി തെളിഞ്ഞു വന്നു. ചിങ്കുമാൻ ഇപ്പോൾ കരിമലയുടെ താഴെയുള്ള പേരാലിന്തി ചുവട്ടിലുണ്ട്. എന്റെ ചിങ്കു! ചലോ, വേഗം നടക്കൂ, നമുക്ക് കരിമലയിലേക്ക് പോകാം. എല്ലാവരും ഉടൻ തന്നെ കരിമലയിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് ചിങ്കുവിനെ സുരക്ഷിതനായി തിരികെ കൊണ്ടുവന്നു. ഷേർഖാൻ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. താങ്കൾ ഈ പുസ്തകം ഉപയോഗിക്കരുതെന്ന് എപ്പോഴും പറയും, പക്ഷെ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യും. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കാട്ടിലെ മൃഗങ്ങൾ മടിയന്മാരാകരുത് എന്നാണ്. അതുകൊണ്ട് ഇതിന്റെ ഉപയോഗത്തെ ഞാൻ എപ്പോഴും എതിർക്കാറുണ്ട്. എന്നാൽ എന്റെ പ്രജകൾ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഷേർഖാൻ, ശരിക്കും നിങ്ങളൊരു നല്ല രാജാവാണ്. നിനക്കറിയില്ല, ഈ പുസ്തകം സ്വന്തമാക്കാൻ എന്തിനും മടിക്കാത്ത ഒരാളുണ്ട്. ഈ സമയത്ത് അവൻ ഇതിനെ തന്നെ തിരയുന്ന തിരക്കിലായിരിക്കും. ഈ ഷേർഖാൻ ഭയങ്കര ബുദ്ധിമാനാണ്. അവൻ്റെ പക്കലുള്ള ആ പുസ്തകം എനിക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവൻ ആ കാര്യം നന്നായി അറിയാം. അതുകൊണ്ടാണ് അവൻ തൻ്റെ മൃഗങ്ങളെയൊക്കെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത്. എത്ര പ്രയാസം വന്നാലും അവരാ പുസ്തകത്തെക്കുറിച്ച് ഒരക്ഷരം പറയില്ല. എന്നാൽ ഗോൾഡി, നീ ആ പുസ്തകം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നീ അത്തരമൊരു പ്രതിക്രിയയും നടത്തുന്നതായി ഞാൻ കണ്ടില്ല. ആ പുസ്തകം കൈക്കലാക്കാൻ നീ ശ്രമിക്കുന്നു എന്ന് തെളിയിക്കുന്ന യാതൊന്നും ഇവിടെയില്ല. വിഡ്ഢി, ഇത്തവണ ആ പുസ്തകം ഞാൻ കൈക്കലാക്കുക തന്നെ ചെയ്യും. അടുത്ത ദിവസം ഒരു കുരുവി ഷേർഖാന്റെ കാട്ടിലെത്തി. സഹായിക്കൂ! ആരെങ്കിലും എന്നെ സഹായിക്കൂ! അവൾ കരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ പറക്കുകയായിരുന്നു. മിക്കവാറും എല്ലാ മൃഗങ്ങളും അവളുടെ കരച്ചിൽ കേട്ടു. ആരാണ് ആ കുരുവി? എന്തിനാണ് അവളിങ്ങനെ നിലവിളിക്കുന്നത്? ഹേയ്, താഴേക്ക് വരൂ. ജിറാഫിന്റെ വിളി കേട്ട് ആ കുരുവി താഴേക്ക് പറന്നിറങ്ങി. നീ ആരാണ്? എന്തിനാണിങ്ങനെ കരയുന്നത്? എന്റെ പേര് മീനപക്ഷി എന്നാണ്. എന്റെ 2 മക്കളായ ചുണ്ണുവിനെയും മുന്നുവിനെയും തെരഞ്ഞാണ് ഞാനിവിടെ വന്നത്. ഇന്നുച്ചയ്ക്ക് അവർ എൻ്റെ കൂടെ പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു പരുന്ത് ഞങ്ങളെ പിന്തുടരാൻ തുടങ്ങിയത്. ഞാൻ വേഗത്തിൽ പറക്കുകയായിരുന്നു. പക്ഷേ അവൻ എൻ്റെ 2 മക്കളെയും അവൻ്റെ നഖങ്ങൾക്കിടയിൽ അമർത്തിപ്പിടിച്ച് ദൂരേക്ക് പറന്നുപോയി. എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ്. അവരെ തെരഞ്ഞിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആ പരുന്ത് നിങ്ങളുടെ കാട്ടിലാണ് താമസിക്കുന്നതെന്നും അവൻ്റെ പേര് കാലുപരുന്ത് എന്നാണെന്നും. എന്ത്? കാലുപരുന്തോ? മീനുകുരുവി, നമുക്കിപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് പോകാം.
നിന്റെ കുഞ്ഞുങ്ങൾ അവിടെയുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വീണ്ടെടുത്തു തരും. എല്ലാവരും കൂടി കാലുപരുന്തിന്റെ കൂട്ടിനടുത്തേക്ക് ചെന്നു. അയ്യോ, കാലുപരുന്തിനെ ഇവിടെ കാണുന്നില്ലല്ലോ. അവൻ ഇവിടെ ഇല്ലേ? എങ്കിൽ അവൻ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകും. ഇതു പറഞ്ഞ് കുരുവി പൊട്ടിക്കരഞ്ഞു. പേടിക്കേണ്ട, നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ നിനക്ക് തിരികെ കിട്ടും. നമുക്ക് ഷേർഖാന്റെ അടുത്തേക്ക് പോകാം. എല്ലാവരും കൂടി ഷേർഖാന്റെ അടുത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ഷേർഖാൻ, ആ കാലുപരുന്തിന് കഠിനമായ ശിക്ഷ നൽകണം. താങ്കൾ ഇപ്പോൾ തന്നെ ആ മാന്ത്രിക പുസ്തകം. നിശബ്ദം. ആന പറഞ്ഞു തീരും മുൻപേ ഷേർഖാൻ അത് തടഞ്ഞു. എന്തു പറ്റി ഷേർഖാൻ? എന്തിനാണ് താങ്കൾ ദേഷ്യപ്പെടുന്നത്? എന്നെ സഹായിക്കാൻ താല്പര്യമില്ലേ? ഞങ്ങൾ നിന്നെ പൂർണ്ണമായും സഹായിക്കാം പ്രിയപ്പെട്ട പക്ഷി. നീ പേടിക്കേണ്ട. ഞങ്ങൾ നാളെ മുതൽ തന്നെ അവനെ തതിരയാനുള്ള പ്രക്രിയ തുടങ്ങും. സോനു പ്രാവേ, കാലുപരുന്തിനെ കണ്ടുപിടിക്കുന്നതുവരെ ഈ പക്ഷി നിന്റെ കൂട്ടിൽ താമസിക്കും. ശരി ഷേർഖാൻ, താങ്കളുടെ ഇഷ്ടം പോലെ. ഇത്രയും പറഞ്ഞ് അവൾ വിങ്ങിക്കരഞ്ഞു. നിന്റെ രാജാവ് ഷേർഖാൻ ഒട്ടും ശരിയല്ല. ഞാൻ കരുതിയത് തന്റെ കാട്ടിലെ പരുന്താണ് ഈ കാര്യം ചെയ്തതെന്നറിഞ്ഞാൽ അവൻ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമെന്നാണ്. പക്ഷേ ഇത്രയും പറഞ്ഞ് അവൾ വിങ്ങിക്കരഞ്ഞുപോയി. നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. മോണ്ടുകുരങ്ങ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മോട്ടുകുരങ്ങ, ഷേർഖാൻ ഈ കുരുവിയുടെ കാര്യത്തിൽ അത്ര വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇനി നീ തന്നെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ പാവത്തിനെ നോക്കൂ, അവളുടെ കണ്ണീർ നിർത്താനാവുന്നില്ല. നമ്മൾ ഇന്ന് തന്നെ അവളെ സഹായിക്കണം. നീ ആ പുസ്തകവുമായി രഹസ്യമായി പൂന്തോട്ടത്തിലേക്ക് വരണം. നമ്മൾ ഷേർഖാനെ ചതിക്കുകയാണോ? അതെ, നമ്മൾ അദ്ദേഹത്തെ ചതിക്കുകയാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് അവളുടെ കുഞ്ഞുങ്ങളെ കാണാൻ നമ്മൾ സഹായിച്ചേ പറ്റൂ. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ചേർന്ന് മോണ്ടുകുരങ്ങിനെ സമ്മതിപ്പിച്ചു. രാത്രി ഷേർഖാൻ ഉറങ്ങുന്ന സമയം നോക്കി മോട്ടുകുരങ്ങൻ രഹസ്യമായി ഗുഹയ്ക്കുള്ളിൽ കടന്നു. ആ പുസ്തകം കൈക്കലാക്കി അവൻ പുറത്തു വന്നു. ക്ഷമിക്കണം ഷേർഖാൻ, താങ്കളോട് ചോദിക്കാതെ ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ അമ്മയുടെ കണ്ണീർ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പൂന്തോട്ടത്തിൽ കുരുവിയും മറ്റു മൃഗങ്ങളും മോട്ടുവിനെ കാത്തിരിക്കുകയായിരുന്നു. അതാ നോക്കൂ, മോട്ടു വരുന്നുണ്ട്. അവനെ കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ഇനി നിന്റെ കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കുരുവി, നീ വിഷമിക്കേണ്ട. ഇത് കേട്ട് പക്ഷി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി തുടങ്ങി. എന്തുകൊണ്ടെന്നറിയില്ല, അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. മൂണ്ടുകുരങ്ങ് ആ പുസ്തകം തുറന്നു. ഹേ മാന്ത്രിക പുസ്തകമേ! അയ്യോ, എന്തിനാണിത്ര തിടുക്കം? പെട്ടെന്ന് ഗോൾഡി കടുവ അവിടെ എത്തി പുസ്തകം തട്ടിപ്പറിച്ചു. മൃഗങ്ങളെല്ലാം പകച്ചുപോയി. ഗോൾഡി, ആ പുസ്തകത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കൂ. ഈ പുസ്തകം ദൂരെ കളയാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാടകം കളിച്ചത്. എന്റെ കുഞ്ഞുങ്ങളെ കാണാനില്ല, അവരെ കണ്ടുപിടിക്കണം. എല്ലാവരും മീനുകുരുവിയെ നോക്കി. അവരുടെ മുഖത്ത് കുറ്റബോധം നിഴലിക്കുന്നുണ്ടായിരുന്നു. മീനുകുരുവി, ഞങ്ങൾ നിന്നെ ഇത്രയേറെ സ്നേഹിച്ചു. നിനക്ക് വേണ്ടി രാജാവിനെ പോലും ചതിച്ചു. എന്നിട്ടും നീ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. നിങ്ങൾ ഈ കരച്ചിൽ നാടകം തുടർന്നോളൂ, ഞാനിതാ പോകുന്നു. ഗോൾഡി കടുവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുരുവി കരയാൻ തുടങ്ങി. ഇനി കള്ളക്കണ്ണീർ ഒഴുക്കണ്ട. നിന്റെ ശരിക്കുള്ള മുഖം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോഴേക്കും ഷേർഖാൻ അവിടെ എത്തി. അദ്ദേഹം ശാന്തനായി എല്ലാവരെയും നോക്കി. ഞങ്ങളോട് ക്ഷമിക്കണം ഷേർഖാൻ, ഞങ്ങൾ താങ്കളുടെ വാക്കനുസരിച്ചില്ല. ഞങ്ങളുടെ തെറ്റുകൊണ്ട് ഗോൾഡി ആ മാന്ത്രിക പുസ്തകം കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പുസ്തകത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന്. അത് അധികം ഉപയോഗിക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അത് തെറ്റായ കൈകളിലെത്തിയത്. എനിക്ക് സങ്കടമുണ്ട്. ഞാൻ നിങ്ങളോട് ചെയ്തത് ശരിയല്ല. പക്ഷേ അതെന്റെ ഗതികേടായിരുന്നു. ഗോൾഡി കടുവ എന്റെ കുഞ്ഞു മുന്നുവിനെ തടവിലാക്കിയിരിക്കുകയാണ്. ആ പുസ്തകം കൈക്കലാക്കാൻ സഹായിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊല്ലുമെന്നവൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ ഞാനൊരു വഞ്ചകിയല്ല. മീനുകുരുവിയുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞപ്പോൾ ഷേർഖാനും അത്ഭുതപ്പെട്ടു.
നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ തെറ്റ് മനസ്സിലായി. പ്രിയപ്പെട്ട പക്ഷി, നിനക്കും നിന്റെ പ്രവൃത്തിയിൽ സങ്കടമുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ കൂടെ വരൂ. എല്ലാവരെയും കൂട്ടി ഷേർഖാൻ ഗുഹയിലെ മറ്റൊരു മുറിയിലേക്ക് പോയി. ഷേർഖാൻ അവരെ ഒരു പുതിയ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിൽ മറ്റൊരു പുസ്തകം കൂടി ഇരിക്കുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നുപോയി. അല്ല ഷേർഖാൻ, ഈ പുസ്തകം എങ്ങനെ ഇവിടെ വന്നു? മാന്ത്രിക പുസ്തകം ഞങ്ങളുടെ തെറ്റുകൊണ്ട് ഗോൾഡിയുടെ കയ്യിൽ അകപ്പെട്ടില്ലേ? ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. ഞാൻ എപ്പോഴും ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. മീനുപക്ഷി ഈ കാട്ടിൽ വന്ന അന്നു തന്നെ ഞാൻ ആ അസൽ മന്ത്രപുസ്തകം ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചു. അതിനു പകരം ഒരു വ്യാജ പുസ്തകമാണ് ഞാൻ ആ മുറിയിൽ വെച്ചിരുന്നത്. അവിടെ നിന്നാണ് നിങ്ങളത് എടുത്തുകൊണ്ടുപോയത്. അപ്പോൾ ഇതാണോ യഥാർത്ഥ മാന്ത്രിക പുസ്തകം? ഹാ, ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ആശ്വാസമായി. എല്ലാവർക്കും വലിയ സന്തോഷമായി. വരൂ മൂണ്ടുകുരങ്ങ്, ഈ പുസ്തകമൊന്ന് തുറന്നേ. മോട്ടുകുരങ്ങൻ ആ പുസ്തകം തുറന്നു. മന്ത്രപുസ്തകമേ, മീനുപക്ഷിയുടെ കുഞ്ഞു മുണ്ണ എവിടെയാണെങ്കിലും അവനെ ഇവിടെ എത്തിക്കൂ. പുസ്തകം തിളങ്ങാൻ തുടങ്ങി. മീനുകുരുവിയുടെ കുഞ്ഞവിടെ പ്രത്യക്ഷപ്പെട്ടു. മീനു തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. എന്റെ കുഞ്ഞേ. മീനുപക്ഷി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. മൃഗങ്ങളെല്ലാം അത് കണ്ട് ഏറെ സന്തോഷിച്ചു. മറുവശത്ത് പുസ്തകം കെട്ടിയ സന്തോഷത്തിൽ ഗോൾഡി കടുവ ആർത്തു വിളിക്കുകയായിരുന്നു. ഇനി എനിക്ക് ലോകത്ത് എന്തും സ്വന്തമാക്കാം. മാന്ത്രിക പുസ്തകമേ, എനിക്ക് എല്ലാ കാടുകളുടെയും രാജാവാക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരൂ. ഇതും പറഞ്ഞ് അവൻ ആ പുസ്തകം തുറന്നപ്പോ പേജിൽ മുൻപേ തന്നെ എന്തോ എഴുതിയിരുന്നു. നീ വിചാരിക്കുന്നത് ഈ പുസ്തകം മാന്ത്രികമാണെന്നാണെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്, വിഡ്ഢിയായെന്നോ? ഇതെങ്ങനെ സംഭവിക്കും? അവൻ ഭയങ്കരമായി അലറി വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പുസ്തകം നിലത്തടിച്ചു മാറ്റി. ഒരു കാട്ടിൽ ഹൈരി എന്നു പേരുള്ള ഒരു കൗശലക്കാരനായ കുറുക്കനുണ്ടായിരുന്നു. അവൻ കാവട്ടിക്കാരനും സൂത്രശാലിയുമായിരുന്നു. അവൻ ഒരു പണിക്കും പോകില്ലായിരുന്നു. വൃക്ഷത്തണലിൽ കിടന്ന് കാട്ടിലെ രാജാവാകുന്നത് സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അവന്റെ വെയിലത്തരങ്ങൾ കൊണ്ട് കാട്ടിലുള്ളവരെല്ലാം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പല പ്രാവശ്യം കാട്ടിലെ രാജാവായ വില്യം സിംഹം അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഹൈരിക്കുറുക്കൻ മാറാൻ ഒരുക്കമല്ലായിരുന്നു. ഹൈരിക്കുറുക്കൻ എപ്പോഴും മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്നതെല്ലാം മോഷ്ടിച്ചു കഴിക്കുമായിരുന്നു. അവനേക്കാൾ ബലഹീനരായ മൃഗങ്ങളുടെ ഭക്ഷണവും തട്ടിപ്പറിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹൈരിക്കുറുക്കൻ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടോ പോകുന്നത് അവൻ കണ്ടു. ഹൈരിക്കുറുക്കൻ അവർ പോകുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മിംകി കിളി ആ മരത്തിന്റെ മുകളിലിരുന്ന് മുഖത്ത് മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ഹൈരിക്കുറുക്കൻ മിംകി പക്ഷിയോട് ചോദിച്ചു, ഇന്ന് ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? മിംകി കിളി ഹൈരിയുടെ ചോദ്യത്തിന് മുഖം കിറവിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവരെവിടെയെങ്കിലും പോകട്ടെ. ഹൈരിക്കുറുക്കൻ സൂത്രത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യമായോ? നീ ഇതെന്താ പറയുന്നത്? ഞാനും ഈ കാട്ടിലെ മൃഗമാണ്. എനിക്കെന്താ അറിയുവാനുള്ള അധികാരമില്ലേ? നിന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിനക്ക് സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ നീ എന്നെ എന്തെന്നുമായിരുന്നു. നിന്റെ അറിവിലേക്ക് പറയാം, ഇന്ന് രാജാവായ വില്യം സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുകയാണ്. അവിടെ നല്ല വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇവരെ പോലെ ഞാനും അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുകയാണ്. വിരുന്നോ? എന്ത് സന്തോഷത്തിന്റെ പേരിലാണ്? വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിന്റെ ബർത്ത്ഡേ ആണിന്ന്. മിംകി കിളിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹൈരിക്കുറുക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, വില്യം സിംഹം ഈ കാണിച്ചത് വലിയൊരു തെറ്റാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഇൻവൈറ്റ് ചെയ്തു, പക്ഷേ എന്നെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാനെന്താ ഈ കാട്ടിലെ മൃഗമല്ലേ? ആദ്യം നീ ക്ഷണിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാകൂ. നീ അല്ലെങ്കിൽ ആൾക്കാരുടെ ഭക്ഷണം തട്ടിയെടുക്കാറുണ്ട്. നിന്റെ അറിവിലേക്ക് പറയുകയാണ്, നീ അവിടെയെങ്ങും പോയി ചുറ്റിത്തിരിയരുത്. സുഹൃത്തെ, വില്യം സിംഹത്തിന്റെ ഈ പ്രവൃത്തി എനിക്ക് തീരെ മോശമായി തോന്നുന്നു. ഞാൻ കാട്ടിലെ രാജാവാകുമ്പോൾ ഈ കാട്ടിലെ എല്ലാ നിയമങ്ങളും രീതികളും മാറ്റും. ഹൈരിക്കുറുക്കന്റെ സംസാരം കേട്ട് മിംകി കിളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് നിർത്തൂ. കുറുക്കന്മാർ ഒരിക്കലും രാജാവാകില്ല. കാട്ടിലെ രാജാവ്
സിംഹമേ ആകാറുള്ളൂ. ഈ ജന്മത്തിൽ നീ ഒരിക്കലും രാജാവാകില്ല. ഞാൻ പോകുന്നു, എനിക്ക് വിശക്കുന്നു. ഇത്രയും പറഞ്ഞ് മിംകി പക്ഷി പറന്നുപോയി. ഹൈരിക്കുറുക്കൻ ദേഷ്യത്തിൽ പല്ല് ഞെരിക്കാൻ തുടങ്ങി. പക്ഷെ എന്തോ നല്ല വിഭവങ്ങളുടെ പേരുകൾ ഓർത്ത് അവന്റെ വായിൽ വെള്ളമൂറാൻ തുടങ്ങിയിരുന്നു. ഹൈരിക്കുറുക്കൻ വിളിക്കാത്ത സദ്യയുണ്ണാൻ വില്യം സിംഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവനെ കണ്ടപ്പോഴേക്കും വില്യം സിംഹത്തിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. എന്നിട്ടും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ ഈ വിരുന്നിൽ വിളിച്ചിട്ടില്ല. എന്നിട്ടും വന്നുവെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോകൂ. ഹൈരിക്കുറുക്കൻ മിണ്ടാതെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവന്റെ ദൃഷ്ടി വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിലേക്ക് പതിച്ചത്. അവനൊരു സ്വർണവള കൊണ്ട് കളിക്കുകയായിരുന്നു. സ്വർണവള കണ്ടതും ഹൈരിക്കുറുക്കന്റെ വായിൽ വെള്ളമൂറി. അവൻ മനസ്സിൽ പറയാൻ തുടങ്ങി, ഈ സ്വർണ വളകൾ എന്റെ കയ്യിൽ പെടുകയാണെങ്കിൽ എനിക്ക് അതിനെ വിറ്റ് ധാരാളം പണം സ്വരൂപിക്കാനാകും. ഹൈരിക്കുറുക്കൻ എഡ്വേർഡിന്റെ അടുത്തെത്തി. വളരെ കൗശലത്തോടുകൂടി അവനോട് പറഞ്ഞു, ഓ, നിന്റെ കയ്യിലെ ഈ സ്വർണവള മനോഹരമാണല്ലോ. എനിക്കിതൊന്ന് നോക്കാൻ തരുമോ? എഡ്വേർഡ് സ്വർണവള ഹൈരിയുടെ കയ്യിലേക്ക് കൊടുത്തു. വള കയ്യിൽ വാങ്ങിയിട്ട് ഹൈരിക്കുറുക്കൻ പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ വില്യം അതാ നിന്നെ വിളിക്കുന്നു. നിഷ്കളങ്കനായ എഡ്വേർഡ് ഹൈരി പറയുന്നത് കേട്ട് അവിടെ നിന്നും അച്ഛന്റെ അടുത്തേക്ക് പോയി. ആ തക്കം നോക്കി ഹൈരിക്കുറുക്കൻ അവിടെ നിന്ന് ഓടി മറഞ്ഞു. എഡ്വേർഡ് അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, അങ്ങ് എന്നെ വിളിച്ചിരുന്നോ? ഹൈരി അങ്കിൾ പറഞ്ഞു അങ്ങനെ വിളിക്കുന്നെന്ന്. ഹൈരിക്കുറുക്കന്റെ പേര് പറഞ്ഞപ്പോഴേ വില്യം സിംഹം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിന്റെ സ്വർണവള അതെന്ത് ചെയ്തു? അത് ഹൈരിക്കുറുക്കന്റെ കയ്യിലാണ്. എഡ്വേർഡിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ വില്യം സിംഹത്തിന് എല്ലാ ചുറ്റിക്കളെയും ബോധ്യപ്പെട്ടു. ഹൈരിക്കുറുക്കൻ അതിവിദഗ്ധമായി മോനെ പറ്റിച്ച് സ്വർണവുമായി കടന്നെന്ന് മനസ്സിലായി. വില്യമിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. അവൻ തന്റെ സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്റെ മോനെ വിഡ്ഢിയാക്കിയിട്ട് കടന്നു കളഞ്ഞു. പോകൂ, ഹൈരിക്കുറുക്കനെ ജീവനോടെയോ കൊന്നോ പിടിച്ചുകൊണ്ടുവരും. ഇവിടെ ഹൈരിക്കുറുക്കൻ മരത്തണലിൽ ആ വളയുടെ മനോഹാരിത നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ മിംകി കിളിയെ കണ്ടത്. അത് പറന്ന് അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇത്തവണ എല്ലാ പരിധിയും കടന്നിരിക്കുകയാണ്. കാട്ടിലെ രാജാവായ വില്യം സിംഹം സൈനികരോട് നിന്നെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഇത്തവണ നീ തീർച്ചയായും കൊല്ലപ്പെടുമെന്ന് തോന്നുന്നു. മിംകി കിളിയുടെ വാക്കുകൾ കേട്ട് ഹൈരിക്കുറുക്കൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഓടി എവിടേക്കാണ് ഒളിക്കേണ്ടതെന്ന് അവന് യാതൊരു പിടിയുമില്ലായിരുന്നു. അപ്പോഴാണ് ധാരാളം സൈനികർ അവന്റെ നേരേക്ക് വരുന്നത് അവൻ കാണുന്നത്. കുറുക്കൻ അവിടെയും ഇവിടെയും ഒളിക്കാനുള്ള സ്ഥലം നോക്കി. അവൻ ഒരു സ്ഥലവും കിട്ടിയില്ല. പെട്ടെന്ന് അവനൊരു തടാകം കണ്ടു. അവൻ ആ തടാകത്തിലേക്ക് എടുത്തു ചാടി. വില്യം സിംഹത്തിന്റെ സൈനികർ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി. ഹൈരിക്കുറുക്കൻ തടാകത്തിൽ നിന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൻ ആ തടാകത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തു നിന്ന് സ്വർണശോഭ പരക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു ദേവത ഇറങ്ങി വന്ന് മുന്നിൽ നിന്നു. ഞാനൊരു ശാപം കാരണം വർഷങ്ങളായി ഈ തടാകത്തിൽ തടവിലായിരുന്നു. ഏതെങ്കിലും മടിയനായ മൃഗം സ്വർണവുമായി ഇതിൽ മുങ്ങിയാലേ എനിക്ക് ക്ഷാപമോക്ഷം കിട്ടുമായിരുന്നുള്ളൂ. നീ കാരണം ഞാനിന്ന് ശാപത്തിൽ നിന്നും മുക്തമായിരിക്കുന്നു. എനിക്ക് നിന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനാവും. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. ഹൈരിക്കുറുക്കൻ എന്നും ആഗ്രഹിച്ചിരുന്നത് ഈ കാടിന്റെ രാജാവാകണമെന്നാണ്. കാടിന്റെ രാജാവാകാൻ സിംഹത്തിനെ കഴിയുള്ളൂവെന്ന് അവനറിയാമായിരുന്നു. ഞാൻ എന്റെ ഈ രൂപം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ എന്റെ ഈ ശരീരം സിംഹത്തിന്റെ ശരീരമായി മാറണമെന്നാണ്. എന്നെ കണ്ടാൽ സിംഹത്തെ പോലെ തന്നെ തോന്നിക്കുകയും വേണം. ശരി, പക്ഷെ നീ എപ്പോഴും ഓർമ്മിക്കണം, നിന്റെ ശരീരവും മുഖവും ശബ്ദവും സിംഹത്തെ പോലെ ആയിരിക്കും. നിന്റെ ആത്മാവ് കുറുക്കന്റേത് തന്നെ ആയിരിക്കും. അബദ്ധത്തിൽ പോലും യഥാർത്ഥ സിംഹത്തോട് പോരിന് പോകരുത്. യഥാർത്ഥ സിംഹത്തിന്റെ കൈകൊണ്ട് മരിച്ചാൽ നീ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇത്രയും പറഞ്ഞ് ദേവത അവിടെ നിന്നും മറഞ്ഞു. ഹൈരിക്കുറുക്കൻ സിംഹത്തിന്റെ രൂപത്തിലേക്ക് മാറി. വെള്ളത്തിൽ സിംഹത്തിന്റേത് പോലുള്ള പ്രതിബിംബം കണ്ടപ്പോൾ അവന് സന്തോഷം കൊണ്ട് ഇരിക്കെ പൊറുതി ഇല്ലാതായി. പോകെ പോകെ അവൻ ആ കാട്ടിൽ
ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോന്നിരുന്നു. എന്തു തോന്നുന്നു അതൊക്കെ ചെയ്യും. ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നും. കാട്ടിലെ രാജാവായ വില്യം സിംഹത്തിന് ഈ കാട്ടിൽ മറ്റൊരു സിംഹം വന്നിട്ടുണ്ടെന്നും താൻ രാജാവാണെന്ന് അവകാശപ്പെടുകയുമാണെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യത്താൽ വില്യം സിംഹം ഭ്രാന്തനെ പോലെയായി. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്റെ കാട്ടിലെ നിർദോഷികളായ മൃഗങ്ങളെ കൊല്ലുന്ന ആ സിംഹത്തിന്റെ ജീവൻ അത് ഞാൻ എടുക്കും. ഹൈരിക്കുറുക്കൻ സിംഹരൂപത്തിൽ കാട്ടിലെങ്ങനെ മതിച്ചു നടക്കുകയായിരുന്നു. അവിചാരിതമായി വില്യം സിംഹം അവന്റെ മുന്നിൽ വന്ന് നിന്നു. അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്റെ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? നിനക്കറിയില്ലേ ഈ കാടിന്റെ രാജാവ് ഞാനാണെന്ന്? ഹൈരിക്കുറുക്കൻ അഹങ്കാരത്താൽ ദേവത അവനോട് പറഞ്ഞതെല്ലാം മറന്നുപോയിരുന്നു. അവന്റെ ആത്മാവ് കുറുക്കന്റേതായിരിക്കും. യഥാർത്ഥ സിംഹവുമായി പോരിന് പോയാൽ തോറ്റുപോകുമെന്ന് ഹൈരിക്കുറുക്കൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ കാട്ടിലെ സിംഹം ഞാനാണ്. എന്നെ ഒന്ന് കൈവച്ചു നോക്ക്, നിനക്കത് മനസ്സിലാകും. ഇതു കേട്ടതും വില്യം സിംഹത്തിന് കോപം നിയന്ത്രിക്കാനായില്ല. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. വില്യം സിംഹം പുല്ലുപോലെ ഹൈരിക്കുറുക്കനെ എടുത്തെറിഞ്ഞു. കുറച്ചു നേരം കൊണ്ട് ഹൈരിക്കുറുക്കനെ അവൻ വലിച്ചു കയറിയിട്ടു. ഹൈരിക്കുറുക്കൻ മുറിവുകളോടെ ഭൂമിയിലേക്ക് പതിച്ചതും അവൻ പഴയ രൂപത്തിലേക്ക് വന്നു. അവർ തമ്മിലുള്ള യുദ്ധം മെംകി കിളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈരിക്കുറുക്കൻ മരിച്ചപ്പോൾ മെംകി കിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെയാണ് കാക്ക കുളിച്ചാൽ കൊക്കാകില്ലെന്ന് പഴഞ്ചൊല്ലിൽ പറയുന്നത്. അന്നേരമേ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞതാണ്. കുറുക്കൻ ഒരിക്കലും കാടിന്റെ രാജാവാകില്ല. അതിൽ പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി.